ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ഹിമാസ് റെസിപ്പി. ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് വെള്ളരിക്ക പുളിശ്ശേരി. ഇതിനു വേണ്ടുന്ന ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണ് എന്ന് നോക്കാം. ആദ്യം വെള്ളരിക്ക ചെറുതായി അരിഞ്ഞ കഷ്ണങ്ങളും 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/4 ടീസ്പൂൺ മുളക് പൊടിയും 1/2 ഗ്ലാസ് വെള്ളവും ചേർത്ത് നന്നായി മൂടി വെച്ച് വേവിക്കുക. ഈ സമയത്ത് വെള്ളരിക്ക പുളിശ്ശേരിക്ക് വേണ്ടുന്ന അരപ്പ് എങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം. ഇതിനു വേണ്ടി 3 ടേബിൾ സ്പൂൺ തേങ്ങ ചിരകിയതും 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/4 ടീസ്പൂൺ ജീരകപ്പൊടിയും 1/2 ഗ്ലാസ് വെള്ളവും ചേർത്ത് നല്ല പേസ്റ്റ് പോലെ അരച്ചെടുക്കുക. ഇപ്പോൾ വെള്ളരിക്ക നന്നായി വെന്തിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന അരപ്പ് ചേർത്ത് നന്നായി യോജിപ്പിക്കുക. പുളിശ്ശേരിക്ക് ആവശ്യമായ തൈര് ഞാനിപ്പോൾ ഇവിടെ 1/2 ലിറ്റർ തൈരാണ് എടുത്തിരിക്കുന്നത്. ഇത് നന്നായി ഉടച്ചെടുക്കുക. നന്നായി ഉടച്ചെടുത്ത തൈര് ഈ അരപ്പിലോട്ട് ചേർത്ത് നന്നായി ഇളക്കി യോജിപ്പിക്കുക. ആവശ്യത്തിന് വെള്ളവും ചേർത്ത് നന്നായി യോജിപ്പിച്ച് ചെറു തീയിൽ ഇളക്കി കൊടുത്തുകൊണ്ടേയിരിക്കുക. ശേഷം ഇതിലേക്ക് വേണ്ടുന്ന കടുക് താളിച്ച് ചേർക്കാം. ഇതിനു വേണ്ടി 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കുക. എണ്ണ നന്നായി ചൂടായി കഴിയുമ്പോൾ 1/4 ടീസ്പൂൺ കടുക് ഇട്ട് നന്നായി കടുക് പൊട്ടി വരുമ്പോൾ 1/4 ടീസ്പൂൺ ഉലുവ ചേർക്കുക. ഉലുവയുടെ കളർ മാറി വരുമ്പോൾ ചതച്ചു വെച്ചിരിക്കുന്ന ഇഞ്ചിയും വെളുത്തുള്ളിയും ചേർത്ത് നന്നായി വഴറ്റുക. ഇതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന പച്ചമുളക് ചേർത്ത് നന്നായി വഴറ്റുക. ഇതിലോട്ട് വറ്റൽമുളകും ചേർത്ത് നന്നായി വഴറ്റുക. ശേഷം ആവശ്യത്തിന് കറിവേപ്പില ചേർത്ത് നന്നായി വഴറ്റി എടുക്കുക. ഇത് മോര് കറിയിലോട്ട് ചേർത്ത് നന്നായി ഇളക്കുക. തണുത്തതിന് ശേഷം പുളിശ്ശേരിയിൽ പാകത്തിന് ഉപ്പ് ചേർത്ത് യോജിപ്പിക്കാം. സ്വാദിഷ്ടമായ പുളിശ്ശേരി തയ്യാർ. ചൂടോടെ മോരിൽ ഉപ്പ് ചേർത്താൽ മോര് പിരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് മോര് തണുത്ത് കഴിഞ്ഞ് ഉപ്പിടുക. പുളിശ്ശേരിക്ക് എപ്പോഴും മീഡിയം പുളിയുള്ള തൈരായിരിക്കും നല്ലത്. പുളി കുറവുള്ള തൈര് വെച്ച് പുളിശ്ശേരി ഉണ്ടാക്കിയാൽ പുളിശ്ശേരിയുടെ യഥാർത്ഥ ടേസ്റ്റ് കിട്ടത്തില്ല.